എൻ ശ്രീകുമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഈ വിശകലന ഘട്ടത്തിൽ ഇത്രയധികം രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന UDFനെ താങ്കൾ എങ്ങനെയാണ് വിശദീകരിക്കുക? നോക്കൂ ഡോക്ടർ ലാൽ, UDFിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയുള്ള LDFിൻ്റെ കാര്യം ഞാനിപ്പോൾ ആദ്യം ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. കാരണം താങ്കൾ ഈ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരുന്ന ഇതിൻ്റെ കൈരളിയുടെ പാർട്ടി പ്രവർത്തകരായ പ്രേക്ഷകരെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. UDF എന്തുകൊണ്ടാണ് ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന ഒരു ചോദ്യം താങ്കൾ ചോദിച്ചില്ല. ആ ചോദ്യം സ്വാഭാവികമായിട്ടും താങ്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ കേരളത്തിലെ UDF കഴിഞ്ഞ ദിവസം ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ആ പ്രകടന പത്രിക ഇന്നത്തെ വാഗ്ദാനം, ഇന്നത്തെ ഉറപ്പ്, ഇന്നത്തെ വാഗ്ദാനം, നാളത്തെ യാഥാർത്ഥ്യം എന്നതാണ്. അതായത് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ പോലെയല്ല, ഇന്നെന്താണോ വാഗ്ദാനം ചെയ്യുന്നത് അത് നാളെ പാലിച്ചിരിക്കുമെന്നാണ്. അങ്ങനെയുള്ള പ്രകടന പത്രിക വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരവസരമാണിത്. അതുപോലെ തന്നെ LDFിൻ്റെ പ്രകടന പത്രിക അതിന് മുമ്പ് ഇറക്കിയിരുന്നു, അതും ചർച്ച ചെയ്യപ്പെടണം. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഈ രണ്ട് പ്രകടന പത്രികകളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല സമൂഹത്തിൽ പൊതുവായിട്ട്. അതിന് പകരം ഒരുപാട് വിവാദ വിഷയങ്ങളൊക്കെ പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം, രണ്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം, മൂന്ന് ശബരിമല വിഷയം. ഈ മൂന്ന് വിഷയങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഈ രണ്ട് മുന്നണികളുടെ പ്രകടന പത്രിക എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല എന്നൊരു ചോദ്യം ഒരു സാധാരണ പത്രപ്രവർത്തകൻ എന്ന, കാരണം ഞാൻ പക്ഷമുള്ള പത്രപ്രവർത്തകനാണെങ്കിലും ഒരുപാട് പത്രങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളെന്ന നിലയ്ക്ക് എനിക്കതിൽ ചെറിയൊരു നിരാശയുണ്ട്. കാരണം എന്തുകൊണ്ടാണ് മുന്നണികളുടെ പ്രകടന പത്രിക ചർച്ച ഈ മുൻകാലങ്ങളിലൊക്കെ മുന്നണികൾ പ്രകടന പത്രികയെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ തിരിച്ചറിവായിരിക്കണം ജനങ്ങൾ അത് ചർച്ച ചെയ്യാതിരിക്കുന്നതിന് കാരണം, മാധ്യമങ്ങളും അത് തള്ളിക്കളയുന്നതിന് കാരണം. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷമായി രണ്ട് പ്രകടന പത്രികകൾ ഇവിടെ കേരളം ചർച്ച ചെയ്യുകയും അതിൻ്റെ പുറത്ത് എന്തൊക്കെ കഴിഞ്ഞ ഈ സർക്കാരുകൾ ചെയ്തു എന്നുള്ളതും ചർച്ച ചെയ്തതിൻ്റെയും കൂടി ആത്മധൈര്യത്തിലാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ് അവർ പറയുന്നത്. അല്ല, അവരത് പറയുന്നതോടോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായ അവകാശങ്ങളോടൊന്നും ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് കാലമാണ്. ഞാൻ പറയുന്നത് പ്രകടന പത്രിക വെച്ചുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളത്തിലെ ജനങ്ങൾ മുൻകാലങ്ങളിൽ അങ്ങനെ നേരിട്ടിട്ടില്ല. പക്ഷെ ചർച്ചയാക്കുന്നില്ല. അത് ചർച്ചയാക്കണ്ടേ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ? അത് പത്രങ്ങളും അതുപോലെ മുന്നണികളും ചർച്ചയാക്കണ്ടേ? ചാനലുകളും ചർച്ചയാക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ഒരു ഈ പ്രകടന പത്രിക പുറത്തിറക്കിയ UDFന് പോലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ എൻ ശ്രീകുമാർ. അതിനേക്കാൾ വലിയ പ്രശ്നമല്ലേ UDFിൽ? ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കാസർകോട്ട്, കണ്ണൂർ, കൊച്ചിയിൽ, കോട്ടയത്ത് ഒക്കെ ഇന്നത്തെ ദിവസം വന്ന വാർത്തകളാണ് ഈ വിമതരുടെ പ്രശ്നങ്ങൾ. ഒന്ന്. രണ്ടാമത് ഇന്ന് ഗോവിന്ദമാഷേന് അല്പം മുമ്പ് പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചല്ലോ, അത് വലിയ ചർച്ചാ വിഷയമാണ്. മുസ്ലിം ലീഗും സമസ്തയും കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ വന്നിരിക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ഉള്ള പരസ്യ കൂട്ടുകെട്ട്, UDFന് ഇത്രയധികം പരസ്യമായി ഇത്തരത്തിൽ ഒരു കൂട്ടുകെട്ടുണ്ടാകുന്നതിനെ ന്യായീകരിക്കുന്ന VD സതീശനെയും നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് ചർച്ചയായി വരുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ UDF നേരിടുമ്പോൾ, ഈ വിമതശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രകടന പത്രിക മുമ്പിലേക്ക് വരുന്നില്ല. അതാണ് പ്രശ്നം. അല്ല, UDFിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത് ഇന്നലെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് പെട്ടെന്ന് എത്തിയെന്ന് വരില്ല, അത് 2 ദിവസം കഴിഞ്ഞ് എത്തും. LDFിൻ്റെ പ്രകടന പത്രിക 3-4 ദിവസം മുമ്പ് ഇറക്കിയതാണ്. ഞാൻ ആ കാര്യവും ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടെ നിൽക്കട്ടെ. അത് ഞാനൊരു ആദ്യം, കാരണം ചില കാര്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ ഏത് ചാനലിലിരുന്നിട്ടായാലും എത്ര രാഷ്ട്രീയം ഉണ്ടെങ്കിലും അത് പറയാതെ പോകുന്ന ശരിയല്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായത്തോട് ഒരു പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് 2 പേരും യോജിച്ചേക്കും. അത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള എൻ്റെ ഒരു ചിന്താഗതിയാണ് കേട്ടോ. അതവിടെ പറഞ്ഞതേ ഉള്ളൂ. അതോടെ നിൽക്കട്ടെ. പിന്നെ ചർച്ച ചെയ്യുന്ന വിഷയം LDFിൻ്റെ ഭരണവും UDF എന്ന പ്രതിപക്ഷവും അതുപോലെ ശബരിമല വിഷയവുമാണ്. ഈ 3 കാര്യങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അവിടെ വിവരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഭരിക്കുന്ന പാർട്ടി ജനങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ശ്രീ എൻ ശ്രീകുമാർ. പക്ഷേ UDFിൻ്റെ കാര്യം എടുക്കുമ്പോൾ ജനം, സമൂഹ മാധ്യമങ്ങൾ, ഇവിടെയൊക്കെ വരുന്ന പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്ന്
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ്. കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും അത് ഉയർന്ന് വരികയാണ്. അതിനെക്കുറിച്ച് കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർ തന്നെ, കെ മുരളീധരനെ പോലുള്ളവരൊക്കെ തന്നെ പ്രതികരിച്ച് കഴിഞ്ഞു. KC വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബാധ്യതയായി മാറിയിട്ടുണ്ടോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF-ന്? അല്ല, സോഷ്യൽ മീഡിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, 3 കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം CPM-ൻ്റെ നേതൃത്വത്തിൽ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ചർച്ചാ വിഷയം. രണ്ടാമത്തെ ചർച്ചാ വിഷയം ഈ ഗവൺമെൻറ്റിൻ്റെ ചില കാര്യങ്ങളും മറ്റുള്ള ചില അവരുടെ ധൂർത്തും മറ്റു കാര്യങ്ങളുമാണ്. മൂന്നാമത്തെ വിഷയം ഇതുവരെ കാണാത്ത വിധത്തിൽ CPM-നുണ്ടാകുന്ന വിമതന്മാരാണ്. അത് എന്നെ ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, CPM-ന് വേണ്ടി ഒരുപാട് 40 വർഷത്തോളം പേനയെടുത്ത് പാർട്ടിയുടെ മുഖപത്രത്തിൽ നിരവധി ലേഖനങ്ങൾ എഴുതിയ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ എഴുതിക്കൊണ്ടിരുന്ന, പാർട്ടിയുടെ ഒരു 8 or 10 ലേഖകന്മാരുടെ തലപ്പത്തിരുന്നിരുന്ന തിരുവനന്തപുരത്തെ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് എൻ്റെ സുഹൃത്ത് ശ്രീ K. ശ്രീകണ്ഠൻ, അദ്ദേഹം വിമതനാണ്. പാർട്ടിയുടെ തിരുവനന്തപുരത്തെ പിണറായി വിജയൻ എന്ന ആളെ, അദ്ദേഹത്തെ വളരെയധികം എന്താണ് പറയുക, സമൂഹത്തിൽ അവതരിപ്പിക്കാനായിട്ട് മുന്നിട്ട് നിന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പറയാണ്, ഞാൻ ഈ പാർട്ടിയിലെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരികയാണ്. CPM-നോട് നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. അവർക്കെതിരെ കൃത്യമായ നിലപാടുകളും നടപടികളും ആ പാർട്ടി എടുത്തിട്ടുമുണ്ട്. ശ്രീകണ്ഠൻ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ താങ്കൾ പറഞ്ഞ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് പലരും അതിനകത്ത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ CPM നേതാവും അറസ്റ്റിലായിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ട്, അതിൻ്റെ സംവിധാനം ഇവിടെയുണ്ട് എന്നുള്ളത് കോടതിയും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ ആ കാര്യങ്ങൾ അങ്ങനെ കൃത്യമായി പോകുമ്പോൾ ജനങ്ങൾക്ക് ആ കാര്യത്തിൽ വേവലാതി വേണ്ട, വേവലാതി ഉണ്ടാകേണ്ടതുമില്ല. അവർ ആ കാര്യത്തിൽ തൃപ്തരുമാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്.